ഫ്രണ്ട്സ്, ഏറ ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് നൈറ്റി ഫ്രോക്സിന്റെ വെറൈറ്റി കളക്ഷൻസുമായിട്ടാണ്. അതിന് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് LXL, XXL ആണ്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് നൈറ്റി ഫ്രോക്സ് കാണാം. അപ്പൊ ഞാൻ ഫസ്റ്റ് വെയർ ചെയ്തിരിക്കുന്നതാണ്. സൈസ് എന്ന് പറയുന്നത് XL ആണ്. നല്ലൊരു ഫ്ലവേഴ്സ് പ്രിന്റ് വരുന്നൊരു മെറ്റീരിയലാണിത്. ബ്രാൻഡഡ് മെറ്റീരിയലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്തിരിക്കുന്നത് ചുരിദാർ കട്ടിലാണ്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് റൗണ്ട് നെക്ക് ആണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ നെക്കിന്റെ പോർഷനിൽ ഒരു ചെറിയൊരു പൈപ്പിങ്ങും അതുപോലെ തന്നെ ഒരു ലേസുമാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത്. അതിൽ ഫ്രണ്ടിലെ രണ്ട് സൈഡിലും ടക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സ്ലീവ് വരുന്ന പഫാണ്. എൻഡ് പോർഷനിൽ ഒരു ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഫുൾ ലെങ്തിലാണ്. ഇതിന്റെ എൻഡ് പോർഷനിൽ ആയിട്ട് നമ്മൾ ഫ്രില്ല് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ടൈയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത് നൈറ്റി ഫ്രോക്ക്. അപ്പൊ നമുക്ക് അടുത്തൊരെണ്ണം കാണാം. നൈറ്റി ഫ്രോക്ക് എന്ന് പറയുന്നത് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ നെക്ക് എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. ഇതിനൊരു ഹക്കോബാർഡ് പ്രിന്റ് ഉള്ളതാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇത് നല്ല പ്യുവർ കോട്ടണിലാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ സ്ലീവ് എന്ന് പറയുന്ന പഫാണ്. എൻഡ് പോർഷനിൽ ഒരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ടക്ക് ഇട്ടിട്ടുണ്ട്. ബാക്കിൽ ഒരു ടൈ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഫുൾ ലെങ്തിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ എൻഡ് പോർഷനിൽ ഫ്രില്ലും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു നൈറ്റി ഫ്രോക്ക് കാണാം. റെഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. ചെറിയ ചെറിയ പ്രിന്റുകളാണ് വന്നിട്ടുള്ളത്. അപ്പം ഇത് ക്രിസ്മസിനൊക്കെ ഇടാൻ പറ്റുന്ന രീതിക്കുള്ളൊരു നൈറ്റി ഫ്രോക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ നെക്ക് പോർഷനിൽ ഒരു വൈറ്റ് കളർ ലേസ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ സ്ലീവ് വരുന്ന പഫിലാണ്. എൻഡ് പോർഷനിൽ ഇലാസ്റ്റിക് വന്നിട്ടുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഇത് ഫുൾ ലെങ്ത് ഇല്ല, ഇത് ഒരു ആംഗിൾ ലെങ്തിലാണ് വരുന്നത്. പിന്നെ ഇതിന്റെ എൻഡ് പോർഷനിലായിട്ട് ഫ്ലീറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ ടൈയും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു കളർ കോമ്പിനേഷനാണ്. അപ്പോൾ നല്ല ബ്രാൻഡഡ് മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളതും. ഇത് മാത്രമല്ല, എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അടുത്തൊരു നൈറ്റി ഫ്രോക്ക് കാണാം. അടുത്തൊരു നൈറ്റി ഫ്രോക്ക് എന്ന് പറയുന്നത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ്. ഇത് നമുക്ക് ക്രിസ്മസ് കളക്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫ്രോക്കാണ്. അപ്പോൾ ഇത് പ്യുവർ കോട്ടണിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നെക്ക് വരുന്നത് വൈറ്റ് ലേസ് ആണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നെക്ക് റൗണ്ടിലാണ് വന്നിട്ടുള്ളതും. അതുപോലെ തന്നെ ചുരിദാർ കട്ടിലാണ് ചെയ്തിട്ടുള്ളത്. ഡബിൾ സൈഡ് ടക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്ന പഫാണ്. എൻഡ് പോർഷനിൽ ഇലാസ്റ്റിക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ആംഗിൾ ലെങ്തിലാണ് വരുന്നത്. ഇതിൻ്റെ എൻഡ് പോർഷനിൽ ഫ്ലീറ്റും കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ടൈം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തൊരു നൈറ്റി ഫ്രോക്ക് കാണാം. അടുത്ത ഒരു റോസ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ളൊരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന രീതിക്കാണ് നെക്കിൽ ഒരു ലേസ് കൊടുത്തിട്ടുള്ളത്. അത് വൈറ്റ് കളർ ലേസാണ് കൊടുത്തിട്ടുള്ളത്. റൗണ്ട് നെക്കിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്ന് പറയുന്നത് ചുരിദാർ കട്ടിലാണ് ചെയ്തേക്കുന്നത്. ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ. ഇതിൻ്റെ ബാക്കിലായിട്ട് ടൈയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് പഫാണ്. സ്ലീവിൻ്റെ അറ്റത്ത് ഇലാസ്റ്റിക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ആംഗിൾ ലെങ്തിലാണ് വരുന്നത്. ഇതിൻ്റെ എൻഡ് പോർഷനിലായിട്ട് ഫ്രില്ലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ വേറൊരു നൈറ്റി ഫ്രോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം. അതുപോലെ തന്നെ നമ്മുടെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുകയും ചെയ്യരുത്. അപ്പം അടുത്ത വീഡിയോസ് ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.